കൃപ നിറഞ്ഞവരാകാൻ പകരാൻ ദൈവവചനത്തിൽ വളരാം. ആർത്തുപാടാൻ സാക്ഷ്യമാകാം വചനം നൽകും വിടുതലിനായി. സത്യദൈവം ഏകദൈവം വാക്കുമാറാത്ത ദൈവം. സത്യദൈവം ഏകദൈവം വാക്കുമാറാത്ത ദൈവം. ദൈവവചനം ജീവമന്നയാ. ദൈവവചനം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവമന്നയുടെ രൂപതാതല മത്സരം കഴിഞ്ഞ ഞായറാഴ്ച 17-ാം തീയതി നടത്തപ്പെട്ടു. നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ 5 ടീമുകളാണ് സെലക്ട് ആയിട്ടുള്ളത്. അതിൽ ഒരു ടീം നമ്മുടെ പൂഞ്ഞാർ ഇടവകയിൽ നിന്നുള്ളതാണ്. 2 ടീമുകൾ നമ്മുടെ പൂഞ്ഞാർ ഇടവകയിൽ നിന്നുണ്ട്. അതിൽ ഒരു ടീമിനെ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. രൂപത കുടുംബ കൂട്ടായ്മയുടെ ഇവാഞ്ചലൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജീവമന്ന ബൈബിൾ പഠന മത്സരത്തിൽ പൂഞ്ഞാർ ഇടവകയിൽ നിന്നും കാട്ടാറത്ത് ദീപയും അനിയായും തിരഞ്ഞെടുക്കപ്പെട്ട് ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ട്. പങ്കുചേർന്ന് തങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ദൈവവചനത്തോടുള്ള അവരുടെ ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്ന ഭാഗമായിട്ട് ഈ മത്സരത്തിൽ പങ്കുചേരുവാനായിട്ട് അവർ ഇടവന്നതിൽ ഞാൻ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചതിൽ പൂഞ്ഞാർ ഇടവകയ്ക്കുള്ള അഭിമാനവും സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയും പ്രസ്തുത കുടുംബത്തിന് പ്രത്യേകിച്ചും ഫൈനൽ റൗണ്ടിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന ദീപയ്ക്കും അനുയായിക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയും പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ പേരിലുള്ള അനുമോദനം ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ജീവമന്ന ഗ്രാൻഡ് ഫിനാലയിലോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആക്ച്വലി 2 പേർക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സും അതിൻ്റെ ഒരു താങ്ക്ഫുൾനെസ്സും ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സോ ഇത് തുടങ്ങുന്നതിന് മുന്നേ ആക്ച്വലി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കോമ്പറ്റീറ്റേഴ്സാണ്. എൻ്റെ അമ്മയാണ്. ആക്ച്വലി അമ്മയും എൻ്റെ ചേച്ചിയാണ് ഗ്രാൻഡ് ഫിനാലിലോട്ട് ശരിക്കും കയറിയിരിക്കുന്നത്. ആൻഡ് ഇതെൻ്റെ അമ്മാമ്മയാണ്. ആക്ച്വലി അന്നമ്മ എന്നാണ് പേര്. ആൻഡ് ഇതാണ് എൻ്റെ അമ്മ ദീപ. ഗ്രാൻഡ് ഫിനാലിലോട്ട് കയറിയിരിക്കുന്ന ഒരാൾ എൻ്റെ അമ്മയാണ്. ആൻഡ് അമ്മയ്ക്ക് പെയറായിട്ടാണ് ആനിയ എൻ്റെ ചേച്ചി. ഇവർ രണ്ടുപേരുമാണ് ശരിക്കും ഗ്രാൻഡ് ഫിനാലിലോട്ട് കയറുന്നത്. ഇതെൻ്റെ അപ്പൻ റോജൻ, എൻ്റെ ബ്രദർ മാർട്ടിൻ. ഇത് എൻ്റെ അപ്പയുടെ ബ്രദറിൻ്റെ വൈഫാണ് അഞ്ചോളമ്മ. ആൻഡ് അപ്പയുടെ ബ്രദർ രാജീവ് പവൻ. സോ ആൻഡ് മീ ഞാൻ ലീസ, ഇവരുടെ എൻ്റെ യങ്ങർ ഡോട്ടർ. താങ്ക് യു. എന്നെ സെലക്ട് ചെയ്തതിന് സന്തോഷമുണ്ട്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയതിൻ്റെ അകത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മള് ഇവിടം വരെ എത്തി തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പം ഇത്രയൊന്നും പ്രതീക്ഷ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ ചേരുന്നത്. അപ്പം ഇത്രയും തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഉണ്ട്. ഇനിയും മുന്നോട്ട് അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് റൗണ്ടുകൾ കഴിഞ്ഞാണല്ലോ നിങ്ങൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ശരിക്കും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. കാരണം ഇടവക തലം അതുപോലെ രൂപത തലം അതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ അവസാനത്തെ റൗണ്ടിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ ആ ലോഗോസ് ക്വിസ് പോലത്തെ ആ ഒരു മോഡൽ അതൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അനുഭവം? ഈസി ആയിരുന്നു അത്? കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ വചനങ്ങൾ പഠിക്കുമോ, വചനം പഠിക്കുന്ന ഒരു ദൈവാനുഗ്രഹമാണല്ലോ. വചനങ്ങൾ പഠിച്ച് കുഴപ്പമില്ലായിരുന്നു. നമ്മളെ ഫുള്ളും വചനം പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് പഠിച്ചത്. അതെ അല്ലേ? നിങ്ങൾ ആ ജീവമന്നയുടെ പുസ്തകം മുഴുവൻ പഠിച്ചായിരുന്നോ? മുഴുവൻ അതിന്റെ അകത്ത് കംപ്ലീറ്റ് വചനങ്ങളും പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ. അതിന് പുറമെ ബൈബിള് പിന്നെ വായിക്കും. ഞാൻ ഓൾറെഡി അരമണിക്കൂർ ബൈബിൾ എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ ഒരു 10-15 പ്രാവശ്യം ബൈബിൾ ഫുൾ വായിച്ചിട്ടുള്ളതാണ്. ഇതിന് ആരാ, അമ്മയാണോ മോളാണോ ഇതിന് ആദ്യം താല്പര്യം? അമ്മയാണ്. അമ്മയ്ക്കൊരു സപ്പോർട്ടായിട്ട് എന്റെ അനിയത്തി വന്നു. പിന്നെ ഞാൻ വന്നപ്പം ഞാനും കൂടെ ചേർന്നവരുടെ കൂടെ. അതെ അല്ലേ? അനിയത്തിക്ക് എക്സാം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മോള് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ടീമായി. ഞങ്ങൾ ഈ വചനം പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസം കറക്റ്റ് ആയിട്ടുള്ളൂ. കാരണം ആദ്യം ഒക്ടോബർ ഞങ്ങൾ അച്ഛൻ ഇങ്ങനെ കുടുംബ കൂട്ടായ്മയെ പറഞ്ഞു ഇങ്ങനെ വചന മത്സരമുണ്ട്. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഒരു ഫാമിലി ആയിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന്
ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വരണമെന്ന്. അപ്പം ആദ്യം എൻ്റെ രണ്ടാമത്തെ മോളാണ് എന്നോടുകൂടെ ചേർന്നത്. അപ്പോഴത്തേക്കും ഇവിടെ ഇല്ലായിരുന്നു, ഇവൾ ചെന്നൈയിലായതുകൊണ്ട് ഇവൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം മോള് പറഞ്ഞു 30 വചനം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റവൾ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് എക്സാം തുടങ്ങിയതുകൊണ്ട് ഇവളുടെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയോടെ ഫൊറോന ലെവലിലേക്ക് ചെന്നത്. ഞങ്ങൾ വീട്ടിലും നല്ല സപ്പോർട്ടായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ ആദ്യമായിട്ടാണ് പാലാ രൂപതയിൽ നിന്ന് ഈ ഒരു കോമ്പറ്റീഷൻ നടന്നപ്പം വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. ഈ കാട്ടാറത്ത് വീട്ടിൽ വന്നു, വലിയ സന്തോഷമായി. നിങ്ങൾ ഈ വചന പഠന പരമ്പര ഇത്രയും വളരെ മികച്ച രീതിയിൽ പങ്കെടുത്തു. വിചാരിച്ചനും നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ ഏറുകയാണ്. 26-ാം തീയതി വൈകുന്നേരം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ പഠിച്ചൊരുങ്ങുക കേട്ടോ. ഓക്കെ, പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ ഒരിക്കൽ എല്ലാ